ഹായ് ഗായ്സ്, നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാനും തുളസിയും കൂടി കന്യാകുമാരിയിൽ സംഗമം പാട്ട് പാടിയപ്പോൾ ലിറിക്സ് എല്ലാം തെറ്റാണെന്നും പറഞ്ഞ് ഗോപി ഒരു പൊൻതൂവൽ നൽകി എന്നെ അഭിനന്ദിച്ചത്? അതുപോലെ വേറെ ഒരു പൊൻതൂവൽ കൂടി എനിക്ക് ലഭിച്ചിരിക്കുന്നു. ഞാനും എൻ്റെ ഫ്രണ്ട് ആൻസിയും കൂടി ഒമാനിലെ ഭീമ സിംഹോളിൽ ഒന്ന് നീന്തി. ഞങ്ങൾ രണ്ട് ശരിക്കും നീന്തി എൻജോയ് ചെയ്തു. കൈയും കാലും ഇട്ട് അടിച്ച് പതപ്പിച്ച് നീന്തി കഴിഞ്ഞപ്പോൾ ആൻസിയുടെ ഹസ്ബൻഡ് പറയുകയാണ്, രണ്ടിനും നീന്താൻ അറിയില്ലെന്ന്. ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ തോട്ടിലൊക്കെയാണ് നീന്തി പഠിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നീന്തുക? എനിവേ, ഞാൻ ആ കമന്റ് എൻ്റെ തൊപ്പിയിലെ ഒരു പൊൻതൂവലാക്കി കുത്തുകയാണ്. ഇനിയും ഈ സിംഹോളിനെ പറ്റി പറയാം. ഭീമ സിംഹോൾ ഒമാനിലെ സൂറിന് പോകുന്ന വഴിയിലുള്ള ഒരു വലിയ കുഴിയാണ്. അതിൽ നിറയെ വെള്ളവും ലൈം സ്റ്റോണിലെ കാലാന്തരമായ ഇറോഷൻ മൂലം ഇങ്ങനെ ഒരു വലിയ കേവ് രൂപപ്പെട്ടതാണ്. ഇവിടെ ഒമാനികൾ വിശ്വസിക്കുന്നത് ആകാശത്തു നിന്നും ഒരു ഉൽക്ക വന്ന് വീണുണ്ടായ ഒരു കുളമാണെന്നാണ്. വാട്ട് എവർ മേ ബി, എൻ്റെ അമ്മോ, ശരിക്കും വിസ്മയിപ്പിക്കുന്ന ഒരു കുളം തന്നെയാണിത്. വാസ്തവം പറഞ്ഞാൽ ഈ ഭീമ സിംഹോൾ കാണാൻ വരുമ്പോൾ ഈ കുളത്തിൽ ചാടണമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ ഈ കുളത്തിലെ ടർക്കോയിഷ് വെള്ളം കണ്ടപ്പോൾ ഇറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, എന്നാ സുന്ദരമായിട്ടുള്ളൊരു വെള്ളമാണെന്ന്. ഈ ലേക്കിന് 50 മീറ്റർ താഴ്ചയും 70 മീറ്റർ വിഡ്ത്തുമുണ്ട്. അതുപോലെ തന്നെ 20 മീറ്റർ ഡീപ്പുമാണ്. ഈ ലേക്കിലേക്ക് സീയിൽ നിന്നും 600 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. മുകളിൽ നിന്ന് നോക്കിയാൽ ഇതിൽ ഇറങ്ങാൻ ശരിക്കും പേടിക്കും കേട്ടോ. അത്രയ്ക്കും ഒരു സിംഹോളാണ്. നമ്മൾ വിചാരിക്കും മുകളിലത്തെ എല്ലാം അടർന്ന് താഴോട്ട് വീഴുമെന്ന്. പക്ഷേ ഈ കുളത്തിൽ ഇറങ്ങാൻ വേണ്ടി നല്ല ഒന്നാന്തര സ്റ്റെപ്സൊക്കെ കെട്ടിയിട്ടുള്ളതിനാൽ നമ്മൾക്ക് സേഫായിട്ട് തന്നെ ഇവിടെ ഇറങ്ങാൻ സാധിക്കും. ഈ വെള്ളത്തിന് നല്ല ഉപ്പ് രസമാണ്. ഈ സ്റ്റെപ്സ് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈ സിംഹോളിലേക്ക് എന്തുമാത്രം ദൂരമുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തുമാത്രം താഴ്ചയുണ്ടെന്ന്. ഞങ്ങൾ ആഴമുള്ള സ്ഥലത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ. ഒരുപാട് ആൾക്കാർ അവിടെ വരാറുണ്ട്. ഇവിടം കണ്ടാലേ അറിയാം ഇത് നാച്ചുറലായിട്ട് ഇടിഞ്ഞു വീണിയ ഒരു സിംഹോളാണെന്ന്. ശരിക്കും പറഞ്ഞാൽ ഭയം തോന്നും. കല്ലുകളൊക്കെ ഇങ്ങനെ ഇപ്പം അടർന്ന് വീഴുന്ന പോലെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ സിംഹോളിന് ചുറ്റും ബാത്റൂം സൗകര്യമുള്ള ഒരു പാർക്കുമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഫാമിലിയായിട്ട് വന്ന് വെള്ളത്തിലിറങ്ങുകയും ചെയ്യാം, പാർക്കിൽ വന്ന് സമയം ചെലവഴിക്കാനും കഴിയും. എനിവേ, നല്ലൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു ഭീമ സിംഹോളിൽ വന്നത്.